NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വലിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന് എതിരായിട്ടാണ് പ്രസ്താവന. പകരം ഇടതുമുന്നണി നിരവധി കാര്യങ്ങൾ ചെയ്തെന്നും കോൺഗ്രസ് ഭക്തർ ഉൾപ്പെടെയുള്ളവരെ വഞ്ചിക്കുകയാണെന്നാണ് സുകുമാരൻ നായരുടെ വാദം. സുകുമാരൻ നായർ പിണറായി ഭക്തനായത് എന്നു മുതലാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല, കേരളീയ സമൂഹത്തിനും അറിയില്ല. സുകുമാരൻ നായർ സമദൂര നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് എന്നാണ് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയായിരുന്നു പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നിന്ന് റിലീസും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയപ്പോഴാണ് സുകുമാരൻ നായർക്ക് മനംമാറ്റം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട സുകുമാരൻ നായർ പറഞ്ഞത് ഭക്തർക്ക് വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. എന്റെ പൊന്നു സുകുമാരൻ നായരെ, 2014 ശേഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലില്ല. 2016 ശേഷം കേരളത്തിലും കോൺഗ്രസിന് അധികാരമില്ല. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്ത കോൺഗ്രസ് ശബരിമല വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം പാസാക്കുമെന്ന് നടത്തുമെന്ന് കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചില്ല. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊന്ന്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. നായർക്കത് അറിയാത്തതല്ല. സുകുമാരൻ നായർ ഈ വിഷയത്തിൽ BJP നേതാക്കന്മാരാണ് ചോദിക്കേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അക്രമ സമരമല്ലാതെ ജനാധിപത്യ രൂപത്തിൽ അയ്യപ്പ വിശ്വാസികളെ ചേർത്ത് പിടിച്ച കേരളത്തിൽ സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. 4 മേഖലാ പദയാത്രകൾ കോൺഗ്രസ് നടത്തിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനും K മുരളീധരനും ഷാനിമോൾ ഉസ്മാനും അടക്കം നയിച്ച ആ യാത്ര കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. KPCC പ്രസിഡന്റ് K സുധാകരന്റെ നേതൃത്വത്തിൽ എരുമേലിയിൽ വലിയ സമരം നടത്തിയിട്ടുണ്ട്. അക്രമ സമരത്തിലേക്കൊന്നും കോൺഗ്രസ് കടന്നിട്ടില്ല. കോൺഗ്രസിന്റെ നിലപാട് അക്രമവുമല്ല. ഇനി സുകുമാരൻ നായർ ഇങ്ങനെ വലിയ വെല്ലുവിളിയെല്ലാം നടത്തുന്ന നായരോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന വരുന്ന ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ NSSന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കാനുള്ള ത്രാണിയുണ്ടോ? ജയിക്കുന്നത് പോട്ടെ, 2ാം സ്ഥാനത്തെത്താൻ കഴിയുമോ? അതുകൊണ്ട് സുകുമാരൻ നായർ കരുതുന്നത് പോലെ കേരളത്തിലെ നായർ സമുദായത്തിന്റെ മുഴുവൻ കുത്തകാവകാശമൊന്നും സുകുമാരൻ നായർക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകൾ വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത സാഹചര്യമാണുള്ളത്. കേരള രാഷ്ട്രീയത്തെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ മറ്റേതെങ്കിലും തങ്ങളോ പള്ളിയിലച്ഛനോ ആര് തന്നെ ശ്രമിച്ചാലും ഇതൊന്നും നടപ്പാവുന്ന പ്രശ്നമില്ല. കാരണം കേരളം സാക്ഷര സമ്പന്നമാണ്. കേരളം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ്. അവർക്കറിയാം രാഷ്ട്രീയത്തിൽ ആരെല്ലാം ഇടപെടണം, ആരെല്ലാം ഇടപെടേണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ ഈ വീമ്പ് പറച്ചിലും സുകുമാരൻ നായരുടെ ഈ ഗീർവാണവും ഒക്കെ അദ്ദേഹത്തിന്റെ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് കോൺഗ്രസിനെ കയറി അങ്ങ് വെല്ലുവിളിക്കാൻ വരരുത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വന്തമായി മത്സരിപ്പിച്ച് വോട്ട് നേടി, സമുദായ അംഗങ്ങളുടെ വോട്ട് നേടി ഇതാണ് തങ്ങളുടെ ശക്തി എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾക്ക് അതിന് കഴിയില്ല. കാരണം NSS പറഞ്ഞാൽ സ്വന്തം ആളുകൾ പോലും, അതായത് NSSന്റെ സ്വന്തം കരയോഗത്തിന്റെ പ്രസിഡന്റുമാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല സുകുമാരൻ നായരെ. കാരണം അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നായര് പെരുന്നയിലെ പോപ്പൊക്കെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി സ്വയം പറയാൻ കഴിയും. ഞാൻ NSSന്റെ പോപ്പാണ്, പെരുന്നയിലെ പോപ്പാണ് ഞാനെല്ലാം. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ നിങ്ങളെ ഒരു സമുദായത്തിന്റെ നേതാവെന്ന രൂപത്തിൽ മാന്യമായി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയെല്ലാം അഹങ്കാരം. ഞങ്ങൾ ഒരു കാര്യം വളരെ കൃത്യമായി പറയാം, നിങ്ങൾക്ക് CPMനെ പിന്തുണയ്ക്കാം, അതിലൊന്നും ഞങ്ങൾക്കൊരു പരാതിയില്ല, കോൺഗ്രസിനൊരു പ്രശ്നവുമില്ല. പക്ഷേ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ മാന്യമായ വിമർശനം ഉന്നയിക്കുക, മാന്യമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുക. അല്ലാതെ CPMന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത CPMന്റെ ആജ്ഞാനുവർത്തിയായി സുകുമാരൻ നായർ മാറിയാൽ അത് NSS എന്ന് പറയുന്ന മഹത്തായ മന്നത്ത് പത്മനാഭൻ രൂപം നൽകിയ സംഘടനയ്ക്ക് അപമാനമാണ്.